അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു തിരുവാതിര ദിനം ആശംസിക്കുന്നു കേട്ടോ. ഭഗവാനെ എല്ലാം നന്നാക്കി നടത്തി തരണേ. പുലർച്ചെ എഴുന്നേറ്റ് കുടിയൊക്കെ കഴിഞ്ഞു കേട്ടോ. ഭഗവാനെയൊക്കെ തൊഴുതാ ഒരു ഗ്ലാസ് കട്ടനൊക്കെ കുടിച്ചു. അതിനുശേഷം അങ്കത്തട്ടിലേക്ക് ഇറങ്ങുകയായി. ഇന്ന് നന്നേ കാലത്ത് എല്ലാം ഉണ്ടാക്കണം കേട്ടോ. പുഴുക്കിനുള്ള കാര്യങ്ങളൊക്കെ കേട്ടോ. ഞാൻ അതൊക്കെ അരിഞ്ഞ് പെട്ടെന്ന് അമ്മയ്ക്ക് കൊടുത്തു. അമ്മ അതെല്ലാം റെഡിയാക്കണം. അത് കഴിഞ്ഞിട്ട് കുറേ പരിപാടി ഉണ്ട് കേട്ടോ ഇന്ന്. കൂവ പായസം ഉണ്ടാക്കണം, ഉപ്പുമാവ് ഉണ്ടാക്കണം, പപ്പടം കാച്ചണം. ഇതൊക്കെയാണല്ലോ തിരുവാതിരയുടെ സ്പെഷ്യൽ. ഇതാ അമ്മ കൂവ കൊണ്ട് പായസം ഉണ്ടാക്കുക കേട്ടോ. കൂവ പായസം, നമ്മുടെ കൂവ പായസം ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. പക്ഷെ ഞാൻ ഈ പാലക്കാട് വന്നതിന് ശേഷം കേട്ടോ ഈ കൂവ പായസമൊക്കെ കഴിക്കുന്നത്. അപ്പോൾ അമ്മ അതൊക്കെ റെഡിയാക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. കൂവ കൊണ്ട് പായസം, പിന്നെ ഉപ്പുമാവൊക്കെ ഉണ്ടാക്കണം. ഇന്ന് അച്ഛന് പുറത്ത് പോകേണ്ട ഒരു ദിവസം കേട്ടോ. അപ്പം അച്ഛന് രാവിലെ പോകണം. അപ്പോൾ അതൊക്കെ റെഡിയാക്കി കൊടുക്കണം. ദേവുവിന് ഇന്ന് സ്കൂളുണ്ട്. അപ്പോൾ പുഴുക്കൊക്കെ ഉണ്ടാക്കി ഞങ്ങൾ ഇത് കൂവപ്പായസം, ഉപ്പുമാവ്, പപ്പടം, പഴമൊക്കെ ഉണ്ട് കേട്ടോ. ദേവൂസ് കൂവപ്പായസം കഴിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ ദേവൂസിന് നല്ല ഇഷ്ടമായി കൂവപ്പായസം കേട്ടോ. കൂവ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ കൂവപ്പായസമൊക്കെ നന്നായിട്ട് ഇഷ്ടമായി. ഉപ്പുമാവ് അധികം ഇഷ്ടമല്ല, എന്നാലും കുറച്ചൊക്കെ കഴിച്ചു കേട്ടോ. കൂവപ്പായസം നന്നായിട്ട് ഇഷ്ടമായി. പക്ഷെ കുട്ടിയായതുകൊണ്ട് അധികമൊന്നും കൊടുക്കണ്ടെന്ന് അമ്മ പറഞ്ഞു കേട്ടോ. കുറച്ച് കൊടുത്തുള്ളൂ, അത് നല്ല തണുപ്പാണ്, അതുകൊണ്ട് അത്രയ്ക്ക് കൊടുക്കണ്ടെന്ന് പറഞ്ഞു. എന്നാലും കുറച്ചൊക്കെ പുള്ളിക്കാരി കഴിച്ചു കേട്ടോ. അത് കഴിഞ്ഞ് എനിക്ക് സ്കൂളിൽ കൊണ്ടാക്കണം ദേവൂസിനെ. ഇതാ ഞങ്ങൾ സ്കൂളിലൊക്കെ പോകാൻ റെഡിയായി ഇറങ്ങി. സ്കൂളിൽ കൊണ്ടാക്കിയിട്ട് വന്നിട്ട് വേണം കേട്ടോ ബാക്കി പരിപാടികളൊക്കെ. സ്കൂൾ വീടിനടുത്ത് തന്നെയാണ്. അപ്പം ഞാൻ സ്കൂളിലേക്ക് പോകാൻ റെഡി ആയിരിക്കുക. ദിവസം ലേറ്റായെന്നും പറഞ്ഞിട്ട് എന്നോട് വഴക്ക് പറയട്ടോ. പെട്ടെന്ന് പോകാം, ഇപ്പോൾ സ്കൂൾ തുടങ്ങും. അത് കഴിഞ്ഞ് വന്ന ഉടനെ അമ്മ എന്നോട് പറഞ്ഞു കുറച്ച് ഇല മുറിക്കണം നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞാൻ ഇലയൊക്കെ മുറിക്കാൻ തൊടിയിൽ പോയി കേട്ടോ. ഇലയൊക്കെ മുറിച്ചിട്ട് എനിക്കും അമ്മയ്ക്കും മാത്രമേ ഉള്ളല്ലോ. അപ്പം ബീച്ചേട്ടൻ എല്ലാം ഇവിടെ എറണാകുളത്താണ്. ഇന്ന് വൈകിട്ടേ വരുള്ളൂ കേട്ടോ. തിരിച്ചു പോകും വഴി എനിക്കൊരു നാളികേരമൊക്കെ കിട്ടി കേട്ടോ. തെങ്ങിൻ്റെ ചുവട്ടിൽ വീണതാട്ടോ. ഞാൻ അതൊക്കെ എടുത്തിട്ടാണ് വന്നത്. അങ്ങനെ നാളികേരവും ഇലയൊക്കെ ആയിട്ട് ഞാൻ വന്നു. വീട്ടിലെത്തി ഇലയൊക്കെ നന്നായിട്ട് വൃത്തിയാക്കി. അപ്പം തന്നെ അമ്മ അതൊക്കെ വിളമ്പിക്കൊണ്ടിരിക്കുക കേട്ടോ. അമ്മ പറയണേ കേട്ടോ, പുഴുക്ക് തോനെ അങ്ങോട്ട് കഴിച്ചു വന്നാൽ വയറ് നിറയുമെന്ന്. അമ്മ എനിക്കും അമ്മയ്ക്കും ഉള്ളത് വിളമ്പ് കേട്ടോ. അങ്ങനെ ഞാനും അമ്മയും പപ്പടവും ഉപ്പുമാവ് വെക്കാൻ സ്ഥലമില്ല എന്നൊക്കെ അമ്മ പറയുന്നുണ്ട് കേട്ടോ. ഉപ്പുമാവൊക്കെ അതിനകത്ത് കുറച്ച് ഉപ്പുമാവും എടുത്ത്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യം എന്താണെന്നറിയോ, ഈ പുഴുക്കിൻ്റെ കൂടെ പപ്പടം പൊടിച്ചിട്ടിട്ട് കഴിക്കണം. ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ, അസാധ്യ ടേസ്റ്റാണ്. അതാ ഞാനും അമ്മയും കഴിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. അങ്ങനെ ഭയങ്കര അടിപൊളി ഒരു തിരുവാതിരയായിരുന്നു. അപ്പം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. വീണ്ടും അപ്പം എല്ലാവരും ഞങ്ങളുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ.